ബീഹാറിൽ ആദ്യഘട്ടത്തിലെ വമ്പൻ പോളിംഗിൽ മുന്നണികൾക്ക് ആശങ്ക. 31 ലക്ഷം വോട്ടർമാരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അധികം ബൂത്തിലെത്തിയത്. അതേസമയം SIR നടപടിയുടെ വിജയമെന്ന അവകാശവാദവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തെത്തി. സ്ത്രീകൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാനെത്തിയത് മൂലം NDAയുടെ അനുകൂല വിധിയെന്നാണ് BJPയുടെ വിലയിരുത്തൽ. 10,000 उसके बाद महिलाओं को जो शुरू से आपको उनको जो सम्मान मिला है महिला सशक्तिकरण का NDA വാഗ്ദാനം പൊള്ളയാണെന്നും ഉയർന്ന പോളിംഗ് നിരക്ക് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാനാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാദിക്കുന്നു. कि हम 200 यूनिट बिजली फ्री करेंगे और हर घर में एक नौकरी देंगे और जहाँ तक जो कुछ किसान का जो है समस्या उसकी निदान करेंगे, जो पलायन पर है उसकी पलायन को रोक लेंगे, हर घर में रोजगार कुछ न कुछ देंगे. ഛഠ് പൂജയുടെ അവധി പോളിംഗ് നിരക്ക് വർദ്ധിക്കാൻ കാരണമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ തൊഴിലെടുക്കാൻ പോയവർ മടങ്ങിയെത്തിയ സമയം കൂടിയാണിത്. പതിവ് മുന്നണികളായ NDA ഇന്ത്യ സഖ്യത്തോട് മടുപ്പ് തോന്നിയവർ തങ്ങൾക്ക് വോട്ട് ചെയ്യാനെത്തിയതോടെ നഗര വോട്ടർമാർ ബൂത്തിലെത്താൻ കാരണമായതായി പ്രശാന്ത് കിഷോറിന്റെ ജനസുരാജ് പാർട്ടി അവകാശപ്പെടുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് 64.66 എന്ന ശതമാനത്തിൽ തൊട്ടത്. പോളിംഗ് നിരക്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവകാശവാദം ഉന്നയിക്കുന്നതിന്റെ യുക്തി മനസ്സിലാക്കാം. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തങ്ങളുടെ നേട്ടമായി ഉയർത്തിക്കാട്ടി ബീഹാറിൽ രംഗത്തിറങ്ങിയതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ബീഹാറിലെ സുപോൾ ജില്ലയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോദ്, മീഡിയ 1.